മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യം നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമം എന്തായി എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. രണ്ടിടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയിലും RRT സംഘത്തിന്റെ നിരീക്ഷണം ഉണ്ടാകും. 50ഓളം ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അത് ഇന്ന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് 2 കൂടാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒന്ന് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്തും ഒന്ന് വാട്ടർ ഹോളിന് അടുപ്പിച്ചും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്, നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ദൗത്യം? ഈ ഘട്ടത്തിൽ രാത്രിയിലെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് വിപിൻ സി വിജയൻ? റിജിത്ത്, ഊർജിതമായ തിരച്ചിലാണ് നരഭോജി കടുവയ്ക്ക് വേണ്ടി ഇപ്പോൾ കാളികാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റാവുത്താൻകാട് എന്നുള്ള സ്ഥലത്താണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 പേരടങ്ങുന്ന 3 സംഘമായിട്ടാണ് വനം വകുപ്പിനെ ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ ക്യാമറയിൽ ഇതുവരെയും കടുവയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രദേശത്ത് അതിൻ്റെ കാൽപ്പാടുകൾ, ഒപ്പം തന്നെ ഈ കടുവ കടന്നതിൻ്റെ പാടുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. ആ ടെറിട്ടറി വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡ്രോൺ നിരീക്ഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2 കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുമായിട്ടുള്ള ഒരു പരിശോധന നാളെ ആയിരിക്കും ആരംഭിക്കുക. ഇന്നിപ്പോൾ രാത്രി ഒരു കോമ്പിംഗ്, അതായത് കൂട്ടായിട്ടുള്ള ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി RRTയുടെ ഒരു നിരീക്ഷണമാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ ക്യാമറയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദൃശ്യം പതിയുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവിടെ നിന്ന് ഒരു മയക്കുവെടി വയ്ക്കാനൊക്കെയുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 3 സംഘം ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CCF സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 50ഓളം RRT സംഘങ്ങളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും സജ്ജമാണ്. ഈ കടുവയെ എവിടെയാണെങ്കിലും അതിനെ കണ്ടെത്തുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സ്ഥലത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് ഈ കടുവ ആക്രമിച്ച ആ പ്രദേശത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്തുള്ള അരുവിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് 2ാമത്തെ കൂട് അവിടെയും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ അകപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗഫൂറിൻ്റെ കാര്യത്തിൽ, ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വന്നു. അപ്പോൾ കഴുത്തിൻ്റെ പിന്നിലാണ് ഗുരുതരമായിട്ടുള്ള കടിയേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കടുവ ഭക്ഷിച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ്. ശരീരത്തിലാകെ തന്നെ അതിൻ്റെ പാടുകൾ ഒക്കെയാണ്, കടുവയുടെ നഖത്തിൻ്റെയൊക്കെ പാടുകളാണ് ഉള്ളത്. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് വനം വകുപ്പ് കൈമാറുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാർ വലിയ രോക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഓഫീസിലേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ മാർച്ചും ഉണ്ടായിരുന്നു. സജീവമായി തന്നെ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യവുമായി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാളികാവിൽ ഈ പാറശ്ശേരിയിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. റിജിത്ത്. ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു നാട് മുഴുവൻ ആശങ്കയിലാണ്. ഈ ദൗത്യത്തിലാണ് അവരുടെ പ്രതീക്ഷ. അവരുടെ ആശങ്ക അകറ്റാൻ ഈ ദൗത്യത്തിന് കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. വലിയ പ്രതിഷേധം നേരത്തെ വനംവകുപ്പിനെതിരെ ഉയർന്നതാണ്. ഇപ്പോൾ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്.